യഥോധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ, നിങ്ങൾക്കെൻ്റെ ശതകോടി പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് പാണ്ഡവ കൗരവ ബാലന്മാരെ അസ്ത്രാഭ്യാസങ്ങൾ തുടർന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ചുമതല ഭീഷ്മർ ദ്രോണരെ ഏൽപ്പിക്കുന്നതും ദ്രോണർ കൃപരിൽ നിന്ന് സാമാന്യം വേണ്ടുന്ന അസ്ത്രാഭ്യാസങ്ങളും വേദശാസ്ത്രങ്ങളുമൊക്കെ പഠിച്ച കുമാരന്മാരെ ദിവ്യാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അനേകം ദിവ്യാസ്ത്രങ്ങളും മറ്റ് വിവിധ യുദ്ധമുറകളും ഓരോ ബാലന്മാരെയും പഠിപ്പിക്കുകയും ഇവരൊക്കെ ഈ വിദ്യകൾ യഥാവണ്ണം പഠിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിലേക്ക് വേണ്ടി അനേകം പരീക്ഷണങ്ങൾ നടത്തുന്നതുമായ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഈ വിദ്യകൾ പഠിച്ചുകൊണ്ടിരുന്നത് ആയതിനാൽ അർജുനനെ ദ്രോണരുടെ ഏറ്റവും പ്രഥമ ശിഷ്യനായി, പ്രിയ ശിഷ്യനായി കരുതുകയും ദ്രോണർക്ക് അറിയാവുന്ന എല്ലാ ദിവ്യാസ്ത്രങ്ങളും പഠിപ്പിച്ച യോദ്ധാവ് അർജുനാവുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. തുടർന്ന് അസ്ത്രാഭ്യാസങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞ പാണ്ഡവ കൗരവ രാജകുമാരന്മാർ ഒരു ദിവസം നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും നായാടി മുന്നേറുകയായിരുന്ന കുമാരന്മാരുടെ ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്നതിലേക്ക് വേണ്ടി മുന്നേ പോവുകയായിരുന്ന നായ്ക്കളിൽ ഒരു നായ് വളരെ ഘോരമായി കുരച്ചുകൊണ്ട് വളരെ മുന്നിലേക്ക് പോവുകയും സമയങ്ങൾക്ക് ശേഷം ആ നായ മോങ്ങിക്കരഞ്ഞുകൊണ്ട് തുന്നിക്കെട്ടിയ അവസ്ഥയിൽ രാജകുമാരന്മാരുടെ അടുത്തെത്തുകയും അത് വീക്ഷിച്ച കുമാരന്മാർക്ക് വളരെ വിദഗ്ധമായ രീതിയിലുള്ള അസ്ത്രാഭ്യാസം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാൽ മാത്രം കഴിയത്തക്ക രീതിയിൽ 7 അസ്ത്രങ്ങൾ കൊണ്ട് വായ തുന്നിക്കെട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് നായ കണ്ടത്. ഈ യോദ്ധാവ് ഇവിടെ എവിടെയാണുള്ളത് എന്ന് കാണുന്നതിലേക്ക് വേണ്ടി അവർ അന്വേഷിച്ച് മുന്നേറുകയും അവർ ഏകലവ്യനെ കാണാനിടയാകുകയും ചെയ്തു. ഏകലവ്യനോട്, നീ ആരാണ്? നിൻ്റെ ഗുരു ആരാണ്? നീ എങ്ങനെയാണ് ഈ അസ്ത്രാഭ്യാസങ്ങളൊക്കെ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു നാൾ ദ്രോണാചാര്യരെ കണ്ടിരുന്നുവെന്നും തനിക്ക് അസ്ത്രാഭ്യാസങ്ങൾ പഠിക്കാൻ ഉള്ളവനാണെന്നും എന്നെ പഠിപ്പിക്കാൻ എന്ന് ഗുരുവിനോട് ആവശ്യപ്പെടുകയും എന്നാൽ പാണ്ഡവ കൗരവ രാജകുമാരന്മാരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്നെ കൂടെ പഠിപ്പിക്കാൻ കഴിയില്ലെന്നും അവിടെ നിന്ന് ഒരു നാൾ ഈ അസ്ത്രാഭ്യാസം കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രൂപം മണ്ണിലുണ്ടാക്കി വെച്ച് എൻ്റെ വസതിക്ക് അടുത്ത് വച്ച് തന്നെ എന്നോട് സ്വയം പഠിച്ചുകൊള്ളാൻ ദ്രോണർ നിർദ്ദേശിച്ചുവെന്നും അതുപ്രകാരം ഞാൻ ദ്രോണരുടെ മൺപ്രതിമ ഉണ്ടാക്കി വെച്ച് വർഷങ്ങളായി പഠിച്ചാണ് ഇത്തരം അസ്ത്രാഭ്യാസങ്ങൾ പഠിച്ചു കഴിഞ്ഞത് എന്നും ഇവരെ അറിയിച്ചു. എന്തായാലും നായാട്ട് നിർത്തി രാജകുമാരന്മാർ ഹസ്തനപുരി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോന്നു. അതിലേറ്റവും ദുഃഖിച്ചത് അർജുനായിരുന്നു. കാരണം താനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വില്ലാളിയെന്നും എല്ലാ അസ്ത്രാഭ്യാസങ്ങളും ദ്രോണാചാര്യർ പഠിപ്പിച്ചുള്ള തന്നെയാണെന്നും തന്നെ വെല്ലുന്നതിലേക്ക് വേണ്ടി ഒരു വില്ലാളി ഈ ലോകത്ത് ഇന്ന് മറ്റാരുമില്ല എന്നും ദ്രോണർ അർജുനനോട് പറഞ്ഞിരുന്നു, അർജുനെ അറിയിച്ചിരുന്നു. അതിന് വിരുദ്ധമായി തന്നെ വെല്ലുന്ന ഒരു യോദ്ധാവാണ് ഏകലവ്യനെന്നും അതിനാൽ മാത്രമേ ഇത്തരം ഒരു പ്രക്രിയ ചെയ്യാൻ ഏകലവ്യന് കഴിയൂ എന്ന് മനസ്സിലാക്കിയ അർജുനൻ ഈ വിവരം പോയി ദ്രോണരോട് പറയുകയും, അല്ലയോ ഗുരു, ഞാൻ മാത്രമാണ് അങ്ങേരുടെ പ്രഥമ ശിഷ്യനെന്നും എല്ലാ അസ്ത്രാഭ്യാസങ്ങളും അറിയാവുന്നവൻ ഞാനാണെന്നും എന്നെ മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്നും
അങ്ങ് പറയുകയും എന്നാൽ അങ്ങേക്ക് രഹസ്യമായി ഇങ്ങനെ മറ്റൊരു ശിഷ്യനുണ്ട്, അവൻ എന്നെ വെല്ലുന്ന വില്ലാളിയാണ് എന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഇത് കേട്ടുകഴിഞ്ഞ ദ്രോണർ അർജുനനെയും കൂട്ടി ഉടൻ തന്നെ കാട്ടിലെത്തി ഏകലവ്യനെ കാണുകയും തൻ്റെ ഗുരു തൻ്റെ മുന്നിൽ എത്തിയ അത് കണ്ട് അതീവ സന്തുഷ്ടനായ ഏകലവ്യൻ ഗുരുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തതിനു ശേഷം അങ്ങ് എൻ്റെ മുന്നിലെത്തിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഗുരു എന്ന് പറഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടു കൂടി മുന്നിൽ നിൽക്കുകയും ഇത് കേട്ട ദ്രോണർ നീ എൻ്റെ ശിഷ്യനാണോ? ഈ അസ്ത്രാഭ്യാസങ്ങളെല്ലാം നീ പഠിച്ചത് ഞാൻ പറഞ്ഞ വിധത്തിൽ എന്നെ ഓർത്തുകൊണ്ട് തന്നെയാണോ, അതോ നിനക്ക് മറ്റേതെങ്കിലും ഗുരുക്കന്മാരുണ്ടോ? ഇല്ല ഗുരു, അങ്ങയുടെ നിർദ്ദേശപ്രകാരം അങ്ങയുടെ പ്രതിഭയുണ്ടാക്കി വെച്ച് ഞാൻ സ്വയം പഠിച്ചതാണ് ഇതെല്ലാം. അങ്ങ് മാത്രമാണ് എൻ്റെ ഗുരു. എന്നാൽ നീ എനിക്ക് ഗുരുദക്ഷിണ തരിക. ആവാമല്ലോ ഗുരു, എന്നാൽ കഴിയുന്നതെന്തും അങ്ങേക്ക് ഗുരുദക്ഷിണ തരാൻ ഞാൻ സന്തോഷവാനാണ്. അങ്ങ് ചോദിച്ചാലും എന്താണ് ഞാൻ നൽകേണ്ടത് എന്ന്. ഉടൻ തന്നെ ദ്രോണർ ഏകലവ്യനോട് പറഞ്ഞു, നിൻ്റെ വലത് കൈയിലെ പെരുവിരൽ എനിക്ക് ഗുരുദക്ഷിണയായി നൽകുക. ഇത് കേട്ട ഏകലവ്യൻ പെട്ടെന്നൊന്ന് ഞെട്ടി. എങ്കിലും ഗുരു ആവശ്യപ്പെടുന്നതെന്തും കൊടുക്കാൻ ശിഷ്യന് ബാധ്യതയുള്ളതിനാൽ ഒന്നും മടിക്കാതെ ഏകലവ്യൻ തൻ്റെ വലത്തെ കൈയിൻ്റെ പെരുവിരൽ വെട്ടി ദ്രോണാചാര്യരെ ഏൽപ്പിച്ചു. ഒന്നും മിണ്ടാതെ ഇത് വാങ്ങി അർജുനനെയും കൂട്ടി ദ്രോണാചാര്യർ കടന്നു പോവുകയും ചെയ്തു. എന്നാൽ വലത്തെ കൈയിൻ്റെ പെരുവിരൽ നഷ്ടപ്പെടുന്ന ഒരു വില്ലാളി തുടർന്ന് അസ്ത്രാഭ്യാസത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. എങ്കിലും ഏകലവ്യൻ മറ്റ് വിരലുകൾ വച്ച് വീണ്ടും അസ്ത്രാഭ്യാസം പഠിക്കുകയും ഒരു യോദ്ധാവായി തന്നെ നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ അർജുനനെ വെല്ലുന്ന ഒരു യോദ്ധാവാൻ ഉണ്ടായിരുന്ന ഏകലവ്യന് അർജുനനെ പിന്നെ വെല്ലാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് കുരുക്ഷേത്ര യുദ്ധസമയത്ത് കൗരവപക്ഷം ചേർന്ന് ധീര യോദ്ധാവായി പടപൊരുതി ഏകലവ്യൻ വീരമൃത്യു വരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഹസ്തിനപുരിയിൽ ദ്രോണറുടെ നേതൃത്വത്തിൽ തുടരഭ്യാസങ്ങളും പാണ്ഡവ കൗരവ യുവാക്കൾ പഠിച്ചു കഴിയുകയും ഈ പഠിച്ച അസ്ത്രാഭ്യാസങ്ങളെല്ലാം സദസ്സിൽ എല്ലാ രാജപ്രതിനിധികളും പൊതുജനങ്ങളും കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കണം എന്ന് ദ്രോണർ ധൃതരാഷ്ട്രനോട് ആവശ്യപ്പെടുകയും ധൃതരാഷ്ട്രർ ഇത് പ്രകാരം തൻ്റെ മന്ത്രിമാർക്കും പൗരപ്രമുഖർക്കും നിർദ്ദേശം നൽകുകയും അവരത് പ്രകാരം കൊട്ടാരത്തിന് സമീപത്ത് അതിവിശാലമായ ഒരു പർണശാല ഉണ്ടാക്കുകയും അവിടെ യോദ്ധാക്കൾക്ക് അഭ്യാസങ്ങൾ കാണിക്കുന്ന നിലയ്ക്ക് വേണ്ടി പ്രത്യേക വേദിയും അതിന് അടുത്തായി രാജാക്കന്മാർക്കും രാജകുടുംബത്തിലെ സ്ത്രീകൾക്കും മറ്റു സ്ത്രീകൾക്കും എന്ന് വേണ്ട ഹസ്തിനപുരിയിലെ പ്രജകൾക്ക് തന്നെ വന്നിരുന്ന് കാണത്തക്ക രീതിയിൽ അതിവിശാലമായ ഒരു പന്തൽ തന്നെ തയ്യാറാക്കുകയും നിശ്ചയിച്ച ദിവസം അവിടെ അസ്ത്രാഭ്യാസങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പാണ്ഡവ കൗരവ യോദ്ധാക്കൾ മൂത്തവനായ യുധിഷ്ഠിരൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും അവിടെ എത്തുകയും ഓരോരുത്തരായി രംഗവേദിയിൽ കയറി അവരുടെ അഭ്യാസങ്ങൾ അവർ പഠിച്ച അഭ്യാസങ്ങൾ അങ്ങനെ പ്രദർശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആദ്യം യുധിഷ്ഠിരൻ ഏറ്റവും പ്രഗത്ഭനായ തേജ് യുദ്ധ പ്രമുഖനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള അഭ്യാസങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുകയും തുടർന്ന് ഓരോ കുമാരന്മാരും അവരവരാൽ അവർക്ക് ഏറ്റവും പ്രമുഖമായ വാസന നിലനിന്നിരുന്ന ഓരോ അഭ്യാസങ്ങളും അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. വിവിധ
രീതിയിൽ തേരോട്ടിക്കുന്നതും വിവിധ രീതിയിൽ തേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതും ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ വിവിധ രീതിയിൽ യുദ്ധം ചെയ്യുന്നതും അനേകം ദിവ്യാസ്ത്രങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുകയും ഭീമനും ദുര്യോധനനും തമ്മിൽ ദ്വന്ദ്വയുദ്ധം മത്സരം അവിടെ കാഴ്ചവെക്കുകയും ചെയ്തു. ദ്വന്ദ്വയുദ്ധത്തിൽ പാണ്ഡവ കൗരവന്മാരിൽ ഏറ്റവും പ്രഗത്ഭരായിരുന്നു ഭീമനും ദുര്യോധനനും. അവർ തമ്മിൽ ബാല്യം മുതൽ മനസ്സിൽ ശത്രുത സൂക്ഷിച്ചിരുന്നതിനാൽ ആ പ്രദർശന ദ്വന്ദ്വയുദ്ധം ക്രമേണ വൈരദ്വന്ദ്വയുദ്ധത്തിലേക്ക് കലാശിക്കും എന്ന് ബോധ്യമായപ്പോൾ പൊതുജനങ്ങൾ രണ്ട് പക്ഷം ചേർന്ന് ഭീമൻ ഫേഷ് 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 എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും എന്നാൽ മറ്റൊരു പക്ഷത്തു നിന്ന് ദുര്യോധനൻ ഫേഷ് 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 എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടുവരുന്നു. ഈ ദ്വന്ദ്വയുദ്ധം ഒരു യഥാർത്ഥ യുദ്ധമായി തീരും എന്ന് ബോധ്യമാക്കി ആയ ദ്രോണാചാര്യർ തൻ്റെ പുത്രനായ അശ്വത്ഥാത്മാവിനെ കൊണ്ട് ഇവരുടെ ദ്വന്ദ്വയുദ്ധം പ്രദർശനം മതി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് നിർത്തിക്കുകയാണ് ഉണ്ടായത്. ശേഷം മറ്റു കുമാരന്മാരുടെ അഭ്യാസങ്ങൾ ഏറെക്കുറെ തീർന്നതിന് ശേഷം ദ്രോണർ മുന്നോട്ട് വന്ന് എല്ലാ വാദ്യഘോഷങ്ങളോടും ആരവങ്ങളോടും കൈയെടുത്ത് കാണിച്ച് നിർത്താൻ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പ്രധാന ശിഷ്യനായ അർജുനൻ അവൻ്റെ അഭ്യാസങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി എത്തുന്നതാണ് എന്ന് എല്ലാവരെയും വിളിച്ചറിയിക്കുകയും ഈ സമയത്ത് അതികോമളനായ അർജുനകുമാരൻ സ്വർണ്ണ പടച്ചട്ടയും അണിഞ്ഞ് കൈയുറകളും ധരിച്ച് ഒരു കൈയിൽ വില്ലും ഒരു കൈയിൽ വാളുമായി അങ്ങ് രംഗപ്രവേശം ചെയ്തു. ഈ സമയത്ത് സദസ്സിൽ അതിഘോരമായി അർജുനന് ജയ് വിളിക്കുകയും ജയാരവം മുഴക്കുകയും ചെയ്തു. ഈ ഘോരമായ ആരവം കേട്ടിട്ട് കണ്ണ് കാണാത്ത കുരുടനായ ധൃതരാഷ്ട്ര മഹാരാജാവ് അടുത്തിരിക്കുകയായിരുന്ന വിതുരരോട് ചോദിച്ചു, ഈ ആരവം എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് അതുണ്ടാവുന്നത് എന്ന്. ഇത് അർജുനൻ അഭ്യാസ പ്രദർശനത്തിന് വേണ്ടി വരുന്നത് മനസ്സിലാക്കിയ പൊതുജനങ്ങൾ അർജുനന് വേണ്ടി മുഴക്കുന്ന ആരവമാണ് കേൾക്കുന്നത് എന്ന് വിതുരർ ധൃതരാഷ്ട്രരെ അറിയിച്ചു. അർജുനൻ രംഗത്തെത്തി എല്ലാവരെയും വണങ്ങിയതിനു ശേഷം ഓരോ അഭ്യാസങ്ങളായി കാണിച്ചു തുടങ്ങി. അർജുനൻ ആഗ്നേയാസ്ത്രത്താൽ അവിടെ അഗ്നി ഉണ്ടാക്കുകയും വരുണാസ്ത്രത്താൽ മഴ പെയ്ച്ച് ആ അഗ്നിയെ അണയ്ക്കുകയും ഇന്ദ്രാസ്ത്രത്താൽ മേഘങ്ങളെ സൃഷ്ടിക്കുകയും അങ്ങനെ അനേകം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് കൊടുമുടികൾ സൃഷ്ടിക്കുകയും അന്തർധാനം ചെയ്യുകയും തേർ ഒരേ സമയത്ത് തേർ തട്ടിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതും തേർ മുഖത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതും ഒക്കെ പ്രദർശിപ്പിക്കുകയും ഒരേ സമയത്ത് തന്നെ അധികം വലിപ്പമുള്ള ആളായി മാറുകയും നിമിഷ നേരം കൊണ്ട് വളരെ കുറിയ മനുഷ്യനായി തീരുകയും ഒക്കെ ചെയ്ത് കൗതുകവും ആ ഹസ്തിനപുരി ജനവാസികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ എല്ലാം അർജുനൻ കാഴ്ചവെക്കുകയും ആ അസ്ത്രാഭ്യാസങ്ങൾക്കെല്ലാം ശേഷം വില്ല് തറയിൽ വെച്ചതിന് ശേഷം വാൾ പയറ്റും ദ്വന്ദ്വയുദ്ധ പ്രകടനവും എല്ലാം അർജുനൻ അവിടെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഇത് എല്ലാം കഴിഞ്ഞ് സദസ്സിനെ വണങ്ങി അർജുനൻ ആയുധം വച്ച് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോയിരിക്കുകയും ഈ സമയത്ത് ആ പ്രവേശന കവാടത്തിൽ ഒരു യുവാവ് കടന്നു വരികയും ആ യുവാവിനെ കണ്ട മാത്രയിൽ ഒരു യുവാവല്ല ഒരു 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 കൂട്ടം തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ ആൾക്കാർക്ക് ബോധ്യമാവുകയും ശ്രേഷ്ഠമായ സൗന്ദര്യത്തോടും ബലത്തോടും കാന്തിയോടും കൂടിയ
ദൃഢഗാത്രനായ ആ യുവാവ് എല്ലാവരും പടച്ചട്ട ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാമെങ്കിൽ ഇത് ശരീരത്തോട് ഒട്ടിപ്പിടിച്ച പടച്ചട്ടയോട് കൂടിയതും സൂര്യ തേജസ് പോലെ തിളങ്ങുന്ന മുഖത്തോടും 2 കുണ്ടലങ്ങൾ 2 സൂര്യ പ്രഭ പോലെ ഇങ്ങനെ പ്രകാശിക്കുകയും ആ തലയെടുപ്പും സൗന്ദര്യവും ത്തോടുകൂടി മുന്നിലെത്തിയ ആ കുമാരനെ കണ്ട് സദസ്സിലിരുന്ന ആളുകൾ കർണൻ 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 എന്ന് പറയുകയും ചെയ്തു. മുന്നോട്ട് വന്ന ആ രംഗമധ്യത്തിലെത്തിയ കർണൻ അർജുനൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹേ അർജുന, നീ ഇത്രയും കുമാരന്മാരെല്ലാം പ്രദർശിപ്പിച്ചതിനേക്കാൾ കേമമായ രീതിയിൽ അസ്ത്രാഭ്യാസം നടത്തി എന്നാണല്ലോ അഹങ്കരിക്കുന്നത്. എന്നാൽ ഞാൻ നിന്നോടൊന്ന് പറയുന്നു, നീ കാണിച്ച സർവ്വ അഭ്യാസങ്ങളും അതിനേക്കാൾ മികച്ച രീതിയിൽ ഞാനിതാ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്, കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞ് കർണൻ അർജുനൻ പ്രദർശിപ്പിച്ച ഓരോ യുദ്ധമുറകളും ഓരോ ദിവ്യാസ്ത്രങ്ങളും അർജുനൻ പ്രയോഗിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ അവിടെ പ്രദർശിപ്പിക്കുകയും എല്ലാ അസ്ത്രാഭ്യാസങ്ങളും, അതായത് അർജുനൻ അവിടെ എന്തൊക്കെ പ്രകടനം കാഴ്ചവെച്ചോ അവയെല്ലാം തന്നെ അതിനേക്കാൾ മികച്ച രീതിയിൽ കർണൻ അവിടെ പ്രദർശിപ്പിക്കുകയും അത് തീർന്നതിന് ശേഷം അർജുനൻ്റെ മുഖത്ത് നോക്കി ഈ വിധത്തിൽ വെല്ലുവിളിക്കുകയും ചെയ്തു, ഹേ അർജുന, നീ എന്നോട് ഇനി എനിക്ക് നിന്നോട് ദ്വന്ദ്വയുദ്ധം ചെയ്യണം. നീ കരുത്തനാണ് എങ്കിൽ എന്നോട് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് വരിക എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ അർജുനൻ, നിന്നോട് ദ്വന്ദ്വയുദ്ധമല്ല, അസ്ത്രയുദ്ധമോ ഏത് യുദ്ധം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ എന്നോട് യുദ്ധം ചെയ്താൽ നിൻ്റെ അന്ത്യമായിരിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നിന്നെ ഞാൻ ഈ വേദിയിൽ അസ്ത്രത്താൽ നിഗ്രഹിക്കുന്നതാണ് എന്ന് അർജുനൻ വിളിച്ചു പറയുകയും ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാ എന്ന് വീണ്ടും കർണൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഈ 2 വെല്ലുവിളികളും കേട്ട് രാജപ്രമുഖരും രാജസ്ത്രീകളും ഇരിക്കുന്ന സ്ഥലത്ത് കുന്തിദേവി പെട്ടെന്ന് ബോധം കെട്ട് നിലംപതിക്കുന്നത് കാണുകയും ആ കുന്തിദേവിയുടെ ചുറ്റും ആൾക്കാരിങ്ങനെ കൂടുകയും കുന്തിദേവിക്ക് മാത്രം അറിയാവുന്ന സത്യം, തൻ്റെ 2 പുത്രന്മാർ ഇതാ പരസ്പരം അറിയാതെ യുദ്ധം ചെയ്യുന്നതിലേക്ക് വേണ്ടി പരസ്പരം വെല്ലുവിളിക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ സദസ്സിലോ ഈ ലോകത്തോ ആ സത്യം അറിയാവുന്ന മറ്റൊരാളുമില്ല എന്ന് കുന്തിദേവിക്ക് തന്നെ അറിയാം. കുന്തിദേവി സ്വയം മനസ്സിൽ വേദനിച്ചത് കൊണ്ടാണ് ബോധരഹിതയായി വീണത്. പക്ഷേ എല്ലാ സത്യങ്ങളും സ്വയം അറിയാവുന്ന വിതുരർ ഇത് മനസ്സിലാക്കുകയും കുന്തിദേവിയുടെ മുഖത്ത് വെള്ളം തളിച്ച് കുന്തിദേവിയെ ഉണർത്തുകയും ചെയ്തു. ശേഷം ഏത് വിധത്തിനും കർണനും അർജുനനും തമ്മിൽ ഒരു യുദ്ധം, അതായത് ഒരു മത്സരം, അത് ദ്വന്ദ്വയുദ്ധമായാലും അസ്ത്രാഭ്യാസമായാലും 2 പേരും അതികേമന്മാരാണ് എന്ന് മനസ്സിലാക്കിയ വിതുരർ ഒരിക്കലും അതിവിടെ സംഭവിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ഏത് വിധേനയും ഇത് ഒഴിവാക്കണം എന്ന് പരമരഹസ്യമായി കൃപാചാര്യരെ അറിയിക്കുകയും കൃപാചാര്യർ അതിന് ഉപായം കണ്ടെത്തുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഇന്നത്തെ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് ഇതിൻ്റെ തുടർ കഥകൾ പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.